ദുബായിലെത്തിയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇന്ന് നടക്കും. ഇന്ന് ദുബായിൽ പ്രവാസി സമൂഹത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ദുബായ് ഖിസൈസിലെ അമിറ്റി സ്കൂളിൽ നടക്കുന്ന ഓർമ്മ കേരളോത്സവത്തിലാണ് പ്രവാസി സമൂഹത്തെ കേരള മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. ലോക കേരള സഭയും മലയാള മിഷനും ചേർന്നാണ് ഓർമ്മയുടെ കേരളോത്സവ വേദിയിൽ സ്വീകരണം ഒരുക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് മുഖ്യമന്ത്രി ദുബായിലെത്തിയത്. ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ സ്വീകരണ പരിപാടികളുടെ ജനറൽ കൺവീനറുമായ NK കുഞ്ഞഹമ്മദ്, ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, നോർക്ക ഡയറക്ടർ OV മുസ്തഫ, ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധികൾ, ഓർമ്മ ജനറൽ സെക്രട്ടറി ഷിജു ബഷീർ, വൈസ് പ്രസിഡന്റ് ജിജിത അനിൽകുമാർ, ലോക കേരള സഭാംഗം രാജൻ മാഹി എന്നിവർ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു. തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റിൽ അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തു. UAE ബിസിനസ് പ്രമുഖർ വിരുന്നിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. UAE മന്ത്രിമാരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അൽ ഗർഗാവി, സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് അൽ മറി, വിദേശ വ്യാപാര മന്ത്രി താനി ബിൻ അഹമ്മദ് അൽ സയൂദി എന്നിവരുമായാണ് മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തിയത്. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസ് ഡയറക്ടർ ജനറൽ ബദറുൽ ഉലമ, വിദേശ വ്യാപാര വകുപ്പ് അണ്ടർ സെക്രട്ടറി ഫഹദ് അൽ ഗർഗാവി എന്നിവരെയും മുഖ്യമന്ത്രി കണ്ടു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചീഫ് സെക്രട്ടറി A ജയതിലക്, ലുലു ചെയർമാൻ MA യൂസഫ് അലി, ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംസീർ വയലിൽ, ലുലു എക്സ്ചേഞ്ച് CEO അദീബ് അഹമ്മദ്, ഷാറൂൺ ഷംസുദ്ദീൻ എന്നിവരും കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തു. UAE സന്ദർശനം പൂർത്തിയാക്കി ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രി മടങ്ങുകയും ചെയ്യും. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും അബുദാബിയിലും ഒക്കെ കഴിഞ്ഞ മാസങ്ങളിലായി അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശന പരിപാടികളിൽ അവസാനത്തേതാണ് ദുബായ് സന്ദർശനം എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ചൊവ്വാഴ്ചയാണ് തിരക്കേറിയ സന്ദർശന പരിപാടികൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി മടങ്ങുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കേരളോത്സവം പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. UAE ഡിസംബർ മാസത്തിലെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നവംബർ മാസത്തെ അപേക്ഷിച്ച് ഇന്ധനവില കൂടിയിട്ടുണ്ട്. സൂപ്പർ 98-ന് 2 ദിർഹം 70 ഫിൽസാണ് ഡിസംബറിലെ വില. ഇത് നവംബറിൽ 2 ദിർഹം 63 ഫിൽസ് ആയിരുന്നു. സ്പെഷ്യൽ 95-ന് 2 ദിർഹം 58 ആണ് പുതിയ വില. 2 ദിർഹം 51 ഫിൽസ് ആയിരുന്നു കഴിഞ്ഞ മാസം. E+ന് 2 ദിർഹം 51 ഫിൽസ് ആയിട്ടുണ്ട്. ഇത് 2 ദിർഹം 44 ഫിൽസ് ആയിരുന്നു നേരത്തെ. ഡീസലിനും വില കൂടിയിട്ടുണ്ട്. 2 ദിർഹം 85 ഫിൽസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. 2 ദിർഹം 67 ഫിൽസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വില. 2015 മുതലാണ് അന്താരാഷ്ട്ര എണ്ണവിലയ്ക്ക് അനുസൃതമായി മാസം തോറും വില പുനർനിശ്ചയിക്കുന്ന രീതിയിലേക്ക് UAE സംവിധാനങ്ങൾ മാറിയത്. 54ാമത് UAE ദേശീയ ദിനാഘോഷങ്ങൾക്കായി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് UAE ദേശീയ ദിനം. ഇന്നലെ കമമറേഷൻ ഡേ അടക്കം ആചരിച്ചിരുന്നു. ദേശീയ ദിനവുമായി ബന്ധപ്പെട്ടിപ്പോൾ പൊതു അവധിയാണ് രാജ്യത്തുടനീളം ഉള്ളത്. എല്ലാ എമിറേറ്റുകളിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളുമാണ് ദേശീയ ദിനം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. സ്വദേശികൾക്കൊപ്പം KMCCയും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയും ഓർമ്മ തുടങ്ങിയ നിരവധി പ്രവാസി സംഘടനകൾ ഈദുൽ ഇത്തിഹാദിനോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദുബായ് KMCCയുടെ ഈദുൽ ഇത്തിഹാദ് ആഘോഷങ്ങൾ ഡിസംബർ 2-ന് ദുബായ് മംസാർ ഷബാബ് അൽ അഹ്ലി ക്ലബ്ബ് ഓപ്പൺ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. മന്ത്രി അബ്ദുള്ള ബിൻ തൂഖ് അൽ മറിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 1, 2 തീയതികളിലായി ഓർമ്മ കേരളോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. അമിറ്റി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. UAE എമിറേറ്റുകളിൽ 2 ദിവസം പാർക്കിംഗ് സൗജന്യമാക്കിയിട്ടുണ്ട്. ഗതാഗത സംവിധാനങ്ങളുടെ സമയത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, ഞായറാഴ്ചയാണ് രാജ്യത്തെ ധീര സൈനികരുടെ സ്മരണാർത്ഥം സ്മാരക ദിനം UAE ആചരിച്ചത്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഷാർജയിൽ 2 ദിവസത്തെ പാർക്കിംഗ് സൗജന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈദുൽ ഇത്തിഹാദ് അവധി കണക്കിലെടുത്ത് ഇന്നും നാളെയുമാണ്, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് വാഹന പാർക്കിംഗ് ഫീസ് ഈടാക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയം സ്മാർട്ട് പാർക്കിംഗ് യാർഡുകളിലെ നീല നിറത്തിലുള്ള പാർക്കിംഗ് ഏരിയകളിലും ആഴ്ചയിലുടനീളവും ഔദ്യോഗിക അവധികളിലും പ്രവർത്തിക്കുന്ന പ്രത്യേക പെയ്ഡ് പാർക്കിംഗ് സോണുകൾക്കും സൗജന്യം ബാധകമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഷാർജയിൽ വെള്ളിയാഴ്ചകളിൽ സാധാരണഗതിയിൽ സൗജന്യമായിട്ടുള്ള പാർക്കിംഗ് ആണ്. ഷാർജയിൽ ചില ജീവനക്കാർക്ക് വെള്ളിയാഴ്ച അവധിയുണ്ട്. അപ്പോൾ 5 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള അവധിയാണ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇവർക്ക് ലഭിക്കുക.